എത്ര പദ്ധതികൾ എണ്ണി എണ്ണി പറയാൻ സാധിക്കും. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഒരു പണി തുടങ്ങിയതായിട്ടോ പൂർത്തിയാക്കിയിട്ടോ അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, അടുത്ത കേരള മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അതേ ഉള്ളൂ ഇച്ഛാശക്തി കഴിഞ്ഞ ഗവൺമെൻറ്റിന്. നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണത്തെ തൊട്ടാൽ അത് കേരളം മൊത്തം അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് ഇമ്പാക്റ്റ് ഇല്ല എന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗത്തിലായിരുന്നു എന്ന് റിസൾട്ട് തെളിയിച്ചു. മെസ്സി വരുന്ന പോലെ അല്ല. ഞാൻ ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് സ്ഥലം തരാമെന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ട് ഇന്നലെയും ചർച്ച നടത്തി. ഒരിടത്തും ഇല്ലാത്തൊരു ഭൂരിപക്ഷം പുതുപ്പള്ളി തന്നിട്ടുണ്ടെങ്കിൽ പുതുപ്പള്ളിക്ക് അത്രയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. നമസ്കാരം. പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. 50,907 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ്റെ വിജയം. അദ്ദേഹം ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം, വിജയായതിനു ശേഷം ആദ്യം ഓടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന, ഉമ്മൻചാണ്ടി സാർ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടത്തിലാണ്, പുതുപ്പള്ളി പള്ളിയിലെ കബറിടത്തിലാണ് അദ്ദേഹം ആദ്യം ഓടിയെത്തിയത്. ഇന്ന് രാവിലെയും അദ്ദേഹം തൃപ്പൂണിത്തറയിലെ നിയുക്ത MLA ആയ ദീപക് ജോയിക്കൊപ്പം ഇവിടെ സന്ദർശനത്തിനായി എത്തുകയും ചെയ്തിരുന്നു. ഈ വിജയത്തെപ്പറ്റി ചാണ്ടി ഉമ്മൻ പറയുന്ന വാക്കുകൾ കേൾക്കാം. UDF നേടിയ വലിയ വിജയത്തെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, UDFൻ്റെ 5 വർഷം ഭരണം, LDFൻ്റെ 10 വർഷത്തെ ഭരണം, അവിടെ പണി തുടങ്ങി ഈ നാടിന് സമർപ്പിച്ച കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്, ജനസമ്പർക്ക പരിപാടി, മെഡിക്കൽ കോളേജുകൾ, ശ്രുതി തരംഗം, എത്ര പദ്ധതികൾ എണ്ണി എണ്ണി പറയാൻ സാധിക്കും. ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് ഒരു പണി തുടങ്ങിയതായിട്ടോ പൂർത്തിയാക്കിയിട്ടോ അറിയില്ല. ഞാൻ ചോദിക്കുക, അടുത്ത മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹം ചാർജ് എടുത്തതിൻ്റെ 3-ാം മാസം കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അതേ ഗവൺമെൻറ് അതേ UDF ഗവൺമെൻറ് 2 തറക്കല്ലിട്ടിട്ടാണ് പോയത്. ഏതാ? നമ്മുടെ തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും മെട്രോ. ഞാൻ ചോദിക്കുന്നത്, അടുത്ത കേരള മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അതേ ഉള്ളൂ ഇച്ഛാശക്തി കഴിഞ്ഞ ഗവൺമെൻറ്റിന്. അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ നാൾ ഭരിക്കണം എന്നുള്ളതല്ലാതെ വികസനത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് ചിന്തയില്ലായിരുന്നു. മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ ജനത പുറന്തള്ളിയത്. രണ്ടാമത്, അയ്യപ്പൻ്റെ സ്വർണം. ഞാൻ ചോദിക്കട്ടെ, ഇത് പുതുപ്പള്ളി പള്ളി, ഇവിടെ ഒരു സ്വർണ്ണക്കുരിശുണ്ട്. ഈ കുരിശിന് എന്തെങ്കിലും പറ്റിയാൽ ഈ നാടിളകും. അതുപോലെ തന്നെയാണ് നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണത്തെ തൊട്ടാൽ അത് കേരളം മൊത്തം അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് ഇമ്പാക്റ്റ് ഇല്ല എന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗത്തിലായിരുന്നു എന്ന് റിസൾട്ട് തെളിയിച്ചു. അതാണ് ഇതിൻ്റെ ഫലം. അതെ, 2.5 വർഷം മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചൊരു കാര്യമാണ്, ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. പുതിയൊരു UDF മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ മാത്രമേ കല്ലറ പണിയത്തുള്ളൂ. എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കുന്നത്. സ്റ്റേഡിയത്തെ ഞാൻ എന്തെങ്കിലും ഇനി ഞാൻ കൂടുതൽ പറയണോ? എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വന്നിരിക്കും. കൗണ്ട് ഡൗൺ തുടങ്ങുവാണ്. മെസ്സി വരുന്ന പോലെ അല്ല. ഞാൻ ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് സ്ഥലം തരാമെന്ന് പറഞ്ഞ ആൾക്കാരുമായിട്ട് ഇന്നലെയും ചർച്ച നടത്തി. എനിക്ക് ക്രിക്കറ്റ് അസോസിയേഷൻകാരുമായിട്ട് ചർച്ച ചെയ്യണം. അപ്പം ഇതിപ്പം വികസനം അടിച്ചു നടപ്പിലാക്കില്ല. പക്ഷേ ആരെങ്കിലും സ്ഥലം വിട്ട് തരുവാണെങ്കിൽ ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഓക്കെ, 2 കൂട്ടരും വന്ന് നമ്മുടെ നാട്ടിൽ ഒരു സ്റ്റേഡിയം തുടങ്ങും. അത് പ്രതിപക്ഷത്തായിരുന്നെങ്കിലും ഞാൻ നടപ്പിലാക്കി. ഇപ്പോൾ ഭരണപക്ഷത്തിലായിരുന്നാലും ഇത് നടപ്പിലാക്കും. പിന്നെ വെണ്ണിമല ക്ഷേത്രത്തിൻ്റെ വികസനം, അതിനോട് ചേർന്ന അനുബന്ധ പ്രദേശങ്ങളിലുള്ള വലിയ ഒരു മാറ്റം, അത് ഞാൻ MLA ആയ ദിവസം തൊട്ട് തുടങ്ങിയ കാര്യമാണ്. കഴിഞ്ഞ സർക്കാർ 1 രൂപ തന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് കല്യാൺ ജുവലേഴ്സ് 15 ലക്ഷം രൂപ തന്നു. അതിൻ്റെ വികസനം മറ്റൊരു വശത്ത്. മറ്റൊന്ന്, ഞാൻ കേസ് ഇരിക്കുമ്പോൾ ആ വേദിയിൽ തന്നെ പറഞ്ഞതാണ് ഇവിടുത്തെ IT പാർക്കിൻ്റെ കാര്യം. ഞങ്ങളുടെ കൺവെൻഷൻ്റെ സമയത്ത് കോട്ടയത്ത് മാത്രമാണ് ഒരു IT പാർക്കില്ല, അതായത് പുതുപ്പള്ളി തുടങ്ങണം എന്നുള്ള ആവശ്യം KCയോട് പറഞ്ഞിരുന്നു. KC അത് ആ വേദി വെച്ച് തന്നെ പറഞ്ഞ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പം നഷ്ടപ്പെട്ടു പോയ 10 വർഷം പുതുപ്പള്ളിയെ സംബന്ധിച്ച് സ്റ്റാഗ്നേഷൻ ആയിരുന്നു. MLA മാർ വിചാരിച്ചാൽ, പുതുപ്പള്ളിയുടെ MLA മാർ വിചാരിച്ചാൽ പോലും അനങ്ങാപ്പാറ നയം, ഞങ്ങളുടെ പാമ്പാടിയിലെ വില്ലേജ് ഓഫീസ്, ഇവിടെ പണി തീരാത്ത ഒരു ഓഫീസ് കൊണ്ട് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഉദ്ഘാടനം ചെയ്തു.
സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇപ്പോൾ അതിൻ്റെ മേധാവി എന്നെ കാണണമെന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറയും, എത്ര സ്ഥലങ്ങളെയാണ് ഈ പുതുപ്പള്ളിയുടെ പേരിൽ നശിപ്പിച്ചത്? ഇത്രയും വൈരാഗ്യം 10 വർഷം ഉള്ളത് കൊണ്ടാണ് പുതുപ്പള്ളിയിൽ ഇത്ര വലിയ മാർജിൻ. ചരിത്രത്തിൽ പുതുപ്പള്ളി വോട്ട് ചെയ്തിട്ടില്ല. ഇപ്പം എത്രയോ വർഷമായി, എത്ര വർഷം പാരമ്പര്യമുണ്ട്. മാത്രമല്ല പുതുപ്പള്ളിയുടെ മൊത്തം വികാരം അത് കേരളത്തിൻ്റെ വികാരമാണ്. അപ്പം ഈ തെക്കൻ പ്രദേശങ്ങളിലൊന്നും ഈ ഇപ്പം 9 ജില്ലകളെടുത്താൽ ഒരിടത്തും ഇല്ലാത്തൊരു ഭൂരിപക്ഷം പുതുപ്പള്ളി തന്നിട്ടുണ്ടെങ്കിൽ പുതുപ്പള്ളിക്ക് അത്രയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. പുതുപ്പള്ളിയുടെ മുറിവ് ഉണക്കാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പാണ്.